SDPIക്കെതിരെ കടുത്ത നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നുവെന്ന വിവരം. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം ED പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും ED നൽകുന്നുണ്ട്. SDPIയുടെ പല നേതാക്കളും NIAയുടെ നിരീക്ഷണത്തിലാണെന്നും വിവരമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷനും പാലക്കാട് സ്വദേശിയുമായ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് പൂട്ടിടാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലായി 12 കേന്ദ്രങ്ങളിൽ EDയുടെ വിപുലമായ റെയ്ഡും നടന്നിരുന്നു. ഇതിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളടക്കം ED കണ്ടെത്തിയിരുന്നു. SDPI നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കുന്നുവെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. നേതാക്കളുടെ മുൻകാല രീതികളും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ അടക്കം ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുന്നോടിയായും ഇത്തരത്തിലുള്ള വിവരശേഖരണം നടത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നടത്തിയതിന് സമാനമായ പ്രവർത്തനങ്ങളാണ് SDPI നടത്തുന്നതെന്നാണ് ED കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. SDPIയെ ആശയപരമായും സാമ്പത്തികപരമായും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ കുടുക്കിയ ഓപ്പറേഷൻ ഒക്ടോപസിന് സമാനമായ നടപടിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.